ജോസ് കെ മാണി പൊട്ടിക്കരയുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇനി ഒന്നുമാവില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അപ്പൻ സമ്പാദിച്ച കുറെ വക സുഖിച്ച് ആസ്വദിച്ച് കഴിക്കാം കുടുംബസമേതം. അതല്ലാതെ ജോസ് കെ മാണിക്കും അദ്ദേഹത്തിൻ്റെ 3 മക്കൾക്കും അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകൾക്കുമൊന്നും ഇനി രാഷ്ട്രീയത്തിൽ വലിയ സ്കോപ്പില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. വേറെ വല്ല കച്ചവടം നടത്തി ജീവിക്കാം. അതിനുള്ള ഇഷ്ടം പോലെ ആസ്തിയും വകയുമൊക്കെ ആ കുടുംബത്തിന് കൃത്യമായി ഉണ്ട്. കരിങ്ങഴക്കൽ കുടുംബത്തിന് കൃത്യമായി ഉണ്ട്. പക്ഷേ ജോസ് കെ മാണിക്ക് ഇനി കളിക്കാൻ കഴിയില്ല. കാരണം എല്ലാം പൊളിച്ചടുക്കിയിരിക്കുന്നു പി ജെ ജോസഫിൻ്റെ പാർട്ടിക്കാർ. പി ജെ ജോസഫിന് ഒരു കണക്ക് കൂടി വീട്ടാനുണ്ട്. ജോസ് കെ മാണിയെ വെണ്ണീറാക്കുക എന്നുള്ള കണക്ക്. കാരണം കോട്ടയം ലോക്സഭാ സീറ്റ് അദ്ദേഹത്തിന് മത്സരിക്കാനായി കെ എം മാണിയോട് ചോദിച്ച ഒരു കാര്യമുണ്ട്. കെ എം മാണി ജീവിച്ചിരുന്ന സമയത്ത് അന്ന് കെ എം മാണി കൃത്യമായി അനുഗ്രഹിച്ചുകൊണ്ട് ഔസേബ് മത്സരിച്ചോ എന്ന് പറഞ്ഞിരുന്നു എന്ന് പി ജെ ജോസഫ് കൃത്യമായി പറഞ്ഞതാണ്. എന്നാൽ ജോസ് കെ മാണി അതിന് സമ്മതിച്ചില്ല. ജോസ് കെ മാണി കൃത്യമായും ആ സീറ്റ് തൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് കൊടുക്കാനായി കെ എം മാണിയെ വിളിച്ച് മുറിക്കകത്തേക്ക് കൊണ്ടുപോയി. അച്ചാച്ചൻ അത് കിടക്കണം, ഇതാണ് കൃത്യമായി പി ജെ ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞ വാർത്ത എന്ന് പറഞ്ഞ് കെ എം മാണിയോട് കൃത്യമായി പറഞ്ഞു ആ സീറ്റ് പി ജെ ജോസഫിന് കൊടുക്കരുത് എന്ന്. അങ്ങനെ തിരിച്ചു വന്ന കെ എം മാണി അത് സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്ന രീതിയിൽ റൂട്ട് മാറ്റിവിട്ടു. അതിൻ്റെ ഒരു മധുര പ്രതികാരമാണ് ഇത്തവണ കോട്ടയത്ത് കൊടുത്തത്. കൃത്യമായി പി ജെ ജോസഫ് മറുപടി കൊടുത്തത് ഫ്രാൻസിസ് ജോർജിനെ ഇറക്കി ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയെ 90,000 വോട്ടുകൾക്ക് തറ പറ്റിച്ചുകൊണ്ടാണ്. ചാഴിക്കാടൻ കളം വിട്ടു എന്ന് തന്നെ പറയണം. ഇതുകൊണ്ടും തീരുന്നില്ല. കോട്ടയവും ഇടുക്കിയും ഒക്കെ പിടിച്ചെടുക്കുക മാത്രമല്ല, ഇനി ജോസ് കെ മാണി കാലുകുത്തരുത് എന്നതാണ് പി ജെ ജോസഫിൻ്റെ ഏറ്റവും വലിയ രീതി. അതിനാണ് മകൻ അപ്പുവിനെ കളത്തിലിറക്കുന്നത്. അപ്പു ജോസഫും മോൻസ് ജോസഫും കൂടെ ചേർന്ന് ഒരു വലിയ കൊളീജിയം ഉണ്ടാക്കി ജോസ് കെ മാണിയെ തുരത്താനും അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരെ തുരത്താനും തന്നെയാണ് പരിപാടി. അപ്പോഴതാ ജോസ് കെ മാണിയുടെ കൂടെ നിന്നവർ പയ്യെ ഇങ്ങ് പോന്നേക്കുക. കാരണം അവർക്ക് അവരുടെ തടി രക്ഷിക്കണം. അവർക്ക് അവരുടെ MLA പദവിയാണ് വലുത്. അതുകൊണ്ട് തന്നെയാണ് കാഞ്ഞിരപ്പള്ളി MLA ആയ N ജയരാജും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി MLA ആയ ജോബ് മൈക്കിളും ഒക്കെ സാഷ്ടാംഗം പി ജെ ജോസഫിൻ്റെ കാൽക്കൽ വന്ന് വീഴുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെ കാര്യങ്ങൾ പി ജെ ജോസഫ് വിചാരിച്ചതിനേക്കാൾ സ്പീഡിൽ നടക്കുകയാണ്. പി ജെ ജോസഫാണ് കേരള കോൺഗ്രസിൻ്റെ അവസാന വാക്ക്. അതിന് തെറ്റിക്കാൻ ഒരിക്കലും കഴിയില്ല. കെ എം മാണിക്ക് ശേഷം പി ജെ ജോസഫിന് തന്നെ ആയിരുന്നു ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്. അത് നൽകാതിരിക്കാൻ വേണ്ടി കോടതി വഴി നേടിയെടുത്തു. രണ്ടിലെയും അതുപോലെ തന്നെ ഔദ്യോഗിക പാർട്ടിയും എല്ലാം പിടിച്ചടക്കിയെന്ന് അഹങ്കരിച്ച ജോസ് കെ മാണിക്ക് കിട്ടിയ മറുപടിയാണിത് എന്ന് പറയാതിരിക്കാൻ വയ്യ.